NCP ശരത് പവാർ പക്ഷം NDA മുന്നണിയിലേക്കോ? സൂചന ശക്തമായി തുടങ്ങുന്നു. മുന്നണി മാറ്റത്തിന് മാനസികമായി തയ്യാറെടുക്കാൻ MLA-മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ശരത് പവാറിന്റെ അടുത്ത അനുയായിയായ ജയന്ത് പാട്ടീലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്നാണ് അറിയുന്നത്. മഹാരാഷ്ട്രയിൽ പവാർ വിഭാഗത്തിലുള്ളത് 10 MLA-മാരാണ്. 8 ലോക്സഭാംഗങ്ങളിൽ 5 പേരും NDA സഖ്യത്തെ അനുകൂലിക്കുകയാണെന്നാണ് സൂചന. എന്നാൽ ശരത് പവാർ ഇപ്പോഴും തന്ത്രപരമായി മൗനം തുടരുകയാണ്. പാർട്ടിയുടെ നിലനിൽപ്പിന് BJP സഖ്യം അനിവാര്യമാണെന്നും മന്ത്രിസഭയിൽ പങ്കാളികളായി കരുത്തു കൂട്ടണമെന്നും കൂടുതൽ പേരും നിലപാട് എടുത്തതോടെ തീരുമാനം വൈകിക്കാനുമാകില്ല. 2023 അജിത് പവാറിന്റെ നേതൃത്വത്തിൽ അട്ടിമറിയിലൂടെ പാർട്ടി പിളർന്നത്. ഇനിയും ഒരു പിളർപ്പിനുള്ള ആരോഗ്യം എന്തായാലും പാർട്ടിക്കില്ല. എന്നാൽ BJP-യുമായി നേരിട്ട് കൈകോർക്കുന്നതിന് പകരം NDA സഖ്യകക്ഷിയായ അജിത് വിഭാഗത്തിൽ ലയിക്കണമെന്ന അഭിപ്രായവും ചില അംഗങ്ങൾക്കുണ്ട്. പിളർന്ന ശേഷം NCP-യുടെ ഔദ്യോഗിക പേരും ചിഹ്നവും അജിത് പക്ഷത്തിനായിരുന്നു ലഭിച്ചത്. എന്നാൽ അജിത് പവാറിന്റെ മൂത്ത മകനും രാജ്യസഭാംഗവുമായ പാർത്ത് പവാർ പാർട്ടിയിൽ പിടിമുറുക്കിയിരിക്കുന്നതിനാൽ പ്രാധാന്യം ലഭിക്കില്ലെന്ന ആശങ്ക പലർക്കുമുണ്ട്. ഈ ആശയക്കുഴപ്പങ്ങളുടെ നടുവിൽ നിന്ന് വേണം പവാറിന് തീരുമാനങ്ങൾ എടുക്കാൻ. കോൺഗ്രസും NCP-യും എന്നും ഒറ്റക്കെട്ടാണെന്നും പവാറിന്റെ മകളും പാർട്ടി വർക്കിംഗ് പ്രസിഡന്റുമായ സുപ്രിയ സുളെ MP കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇതിനിടയിൽ അജിത്തിന്റെ ഭാര്യയും മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയുമായ സുനേത്ര പവാറിനെ പാർട്ടി അധ്യക്ഷയാക്കിയതിനെതിരെ ദേശീയ സെക്രട്ടറി സച്ചിദാനന്ദ സിംഗ് രംഗത്തെത്തി. തിരഞ്ഞെടുപ്പ് ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് വാദം. ശരത് പവാർ പക്ഷം മുന്നണി മാറ്റത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു എന്ന പ്രചരണങ്ങൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവ ചർച്ചയാണ്. എന്നാൽ ശരത് പവാറിന്റെ വിശ്വസ്തനായ അജയ് പാട്ടീൽ NDA സഖ്യത്തിലേക്ക് മാറാൻ അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടെന്ന തരത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളോ റിപ്പോർട്ടുകളോ ലഭിച്ചിട്ടില്ല. പവാർ പക്ഷം BJP-യുമായോ NDA-യുമായോ കൈകോർക്കുമെന്ന ഊഹാപോഹങ്ങൾ മുതിർന്ന നേതാക്കൾ നേരത്തെ നിഷേധിച്ചതാണ്. പ്രതിപക്ഷ സഖ്യമായ മഹാവികാസ് അഘാഡി ശക്തിപ്പെടുത്താനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്നാണ് അവരുടെ നിലപാട്. അതേസമയം ഇരു NCP വിഭാഗങ്ങളും തമ്മിൽ ലയനം ഉണ്ടായേക്കുമെന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കെ ജയന്ത് പാട്ടീലും BJP നേതാക്കളും തമ്മിൽ അടുത്തിടെ നടന്ന ചില കൂടിക്കാഴ്ചകളാണ് ഈ ചർച്ചകൾക്ക് വീണ്ടും ആക്കം കൂട്ടിയത്.